ഖുർആനും സുന്നത്തും ഒക്കെ തന്നെയാണ് നമ്മുടെ പ്രമാണം. ഖുർആനും സുന്നത്തുമൊക്കെ എന്താണോ പറഞ്ഞത് അതനുസരിച്ചു തന്നെയാണ് നാം പ്രവർത്തിക്കേണ്ടതും അമൽ ചെയ്യേണ്ടതും, ഒരു സംശയവും ഇല്ല. പക്ഷെ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും എങ്ങനെയാണ് നിസ്കാരമെന്നും നോമ്പെന്നും മറ്റു ഫറായിലുകളെന്നും ഹജ്ജ് ഉംറകളെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നവർക്ക് അങ്ങനെ തന്നെ ചെയ്യണം. സാധിക്കുക എന്നാൽ പരിഭാഷ ബാധിച്ചാൽ പോരാ. ഖുർആനും സുന്നത്തും മനസ്സിലാക്കാൻ ഖുർആനും സുന്നത്തിലുമുള്ള ആമ്, ഖാസ്, മുത്ലഖ്, മുഖയ്യദ്, മുജ്മൽ, മുബയ്യൻ, നാസിഖ്, മൻസൂഖ്, നസ്സു, ലാഹിർ, മുഹ്കം, മുത്തശാബിഹ്, മുതവാത്തിർ, ഹസനുൽ ലി ഗൈരിഹി, ഹസനുൽ ലി ദാത്തി, സ്വഹീഹുൽ ലി ദാത്തി, സ്വഹീഹുൽ ലി ഗൈരിഹി, മുത്തസിൽ, മുർസൽ, ഹാലുർ റുവാത്ത്, ഖുവ്വത്ത്, ദുഅഫ്, ഇതെല്ലാം മനസ്സിലാകണം. ഈ എല്ലാ നിബന്ധനകളും ഒത്തവർക്ക് മാത്രമേ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും മനനം ചെയ്യാൻ, ഗവേഷണം ചെയ്യാൻ, ഇജ്തിഹാദ് ചെയ്യാൻ പറ്റൂ എന്ന് ബഹുമാനപ്പെട്ട ത്വയ്ഫ വാള്യം 10 107 ജമുൽ ജവാമി 2ാം വാള്യം 382 മുസ്തഫൽ ഇമാം ഗസാലി 2ാം വാള്യം 380 ബഹുമാനപ്പെട്ട ഇമാമുന നവവി തന്റെ ഷർഹുൽ മുഹദ്ദബ് 1ാം വാള്യം 42 ബഹുമാനപ്പെട്ട അല്ലാമ സബീദി തന്റെ ഇത്യാഫ് 2ാം വാള്യം 289 മറ്റു അനേക ഇമാമുമാരും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇവിടെ ഈ ഉസ്താദ് പറയുന്നത്, ഇദ്ദേഹത്തിന്റെ പേര് PM മുഹമ്മദ് ബാക്കവി മുണ്ടംപറമ്പ് എന്നുള്ള ഒരു ഉസ്താദാണ് ഈ പറയുന്നത്. ഇദ്ദേഹം ഇവിടെ കുറെ ഗ്രന്ഥങ്ങൾ പറഞ്ഞു, അതിനു മുമ്പ് തന്നെ കുറെ നിയമാവലികളും പറഞ്ഞു. ഈ നിയമാവലികളൊക്കെ പറഞ്ഞിട്ടും, ഇത്രയും ശ്രേഷ്ഠരായ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളൊക്കെ പറഞ്ഞിട്ടും, ഇതൊക്കെ പഠിച്ചിട്ടും, ഇതൊക്കെ പഠിപ്പിച്ചിട്ടും അല്ലാത്തവരെ വിളിച്ചു തേടാൻ പാടില്ലാതെ ഷിർക്കാണ് എന്നുള്ളത് ഇവർക്ക് മനസ്സിലായിട്ടില്ല എന്നൊരു കാര്യം അവിടെ അവശേഷിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതൊരു ചോദ്യചിഹ്നമാക്കി നിർത്തിക്കൊണ്ട് ഈ ഒരു വിഷയത്തിലേക്ക് വരാം. എന്തിനാണ് മദ്ഹബ് സ്വീകരിക്കുന്നത്? ഇതാണ് അദ്ദേഹത്തിന്റെ വിഷയം. എന്തിനാണ് മദ്ഹബ് സ്വീകരിക്കുന്നത് എന്ന് അദ്ദേഹം ഒരു ചോദ്യചിഹ്നം ഇട്ടിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം പറയുന്നത്, പരിശുദ്ധ ഖുർആനിൽ സ്വഹീഹായ ഹദീസ് ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് ഹജ്ജ്, നമസ്കാരം, മറ്റുള്ള കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് നമുക്ക് മദ്ഹബിലേക്ക് ചേക്കേറാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ കാര്യങ്ങളെല്ലാം ഇവിടെ കുറെ നിയമാവലികളും കുറെ ഗ്രന്ഥങ്ങളും പറഞ്ഞല്ലോ. ഷറഹ് മുഹദ്ദബ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഇമാം നവവി രചിച്ച ഒരു ഗ്രന്ഥമാണ്. ഇവിടെ മുസ്ലിം ആവുക എന്നതിന് മദ്ഹബ് നിർബന്ധമാണ് എന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞു സ്ഥാപിക്കുന്നത്. അത് ഒരൊറ്റ ആയത്തുകൊണ്ട് അയാള് പറയുന്നതെല്ലാം പച്ചക്കളവാണെന്ന് ഇവിടെ തെളിയിക്കാം. ആ ആയത്ത് ഏതാന്നുള്ളത് ഇതിനിടയിൽ പറയുന്നുണ്ട്. അദ്ദേഹം തന്നെ ആ ആയത്ത് ഓതുന്നുണ്ട്, പക്ഷെ അദ്ദേഹം അത് പൂർത്തീകരിക്കുന്നില്ല. അതെല്ലാം നമുക്ക് വഴിയെ പറയാം. ഇവിടെ ഒരു മദ്ഹബ്, നാലാലൊരു മദ്ഹബ് സ്വീകരിക്കണം. നാലാലൊരു മദ്ഹബ് സ്വീകരിച്ചില്ലെങ്കിൽ മുദില്ലാണ്, അല്ലെങ്കിൽ ളാലാണ്, പിഴക്കുന്നവനാണ്, പിഴപ്പിക്കുന്നവനാണ് എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. ഒരു മദ്ഹബ് സ്വീകരിക്കൽ ദീനുൽ ഇസ്ലാമില് നിർബന്ധമാണ് എന്നുള്ളത് ആരാണ് കൊണ്ടുവന്നത്? മദ്ഹബിന്റെ ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? അതിനു മുമ്പുള്ള പണ്ഡിതന്മാർ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? സ്വഹാബത്തിന്റെ ഇജ്മാ ഉണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സുന്നത്തുണ്ടോ? ഇതൊന്നുമില്ലാതെ ആരെങ്കിലും പറഞ്ഞു വെച്ചതിന് പിന്നാലെ പോയിക്കൊണ്ട് നിങ്ങൾ ഈ ദീൻ എന്തിനാണ് ഇങ്ങനെ വക്രീകരിക്കുന്നത് ഉസ്താദുമാരെ എന്നാണ് ചോദിക്കാനുള്ളത്. ഇനി അദ്ദേഹം പറയുന്ന മറ്റു ഭാഗങ്ങൾ കൂടി നമുക്ക് കേൾക്കാം. ഇൻഷാ അല്ലാഹ് അദ്ദേഹം ഓതി വെക്കുന്ന മുറിയായത്ത് നമുക്ക് പൂർണ്ണമായിട്ടും ഓതാം. എന്നിട്ട് അദ്ദേഹം പറയുന്നതിന് റദ്ദ്, അദ്ദേഹം പറയുന്നത് ആ ഒരൊറ്റ ആയത്ത് കൊണ്ട് തന്നെ നമുക്ക് ഗണ്ണിക്കുകയും ചെയ്യാം. ഇൻഷാ അല്ലാഹ് അദ്ദേഹം പറയട്ടെ. സാധിക്കുന്നവർക്കല്ലാതെ ഖുർആനിൽ നിന്നും സുന്നത്തുകളിൽ നിന്നും വിധിവിലക്കുകൾ കണ്ടെത്താനേ പറ്റില്ല. ഇത് സാധാരണക്കാർക്ക് അപ്രാപ്യമാണെന്ന് ഫതാവ ഖുർദി 257 പേജിലുണ്ട്. ഒരു മിനിറ്റ്, സാധാരണക്കാർക്ക് കണ്ടെത്താനേ കഴിയില്ല എന്നാ പറഞ്ഞത്. ഖുർആന്, സുന്നത്ത്, അതുപോലെ തന്നെ കുറച്ച് ഇമാമുമാരുടെ ഗ്രന്ഥങ്ങള് ഇത് വായിച്ചാൽ അവർ അസാധാരണക്കാരാവുമോ? ഉസ്താദേ, നിങ്ങള് സാധാരണക്കാര് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്, മറ്റുള്ളവരൊക്കെ അസാധാരണക്കാരാണോ? അങ്ങനെ നിങ്ങൾ തള്ളണ്ട. സാധാരണക്കാർ തന്നെയാണ് നിങ്ങളും, സാധാരണക്കാർ തന്നെയാണ് ഈ ഗ്രന്ഥങ്ങൾ എഴുതിയതും. അവർക്ക് എൽമുണ്ട് എന്നുള്ള ആ ഒരു അസാധാരണത്വം ആണെങ്കിൽ ആർക്കും സ്വായത്തമാക്കാവുന്നതാണ് എൽമ് എന്നുള്ളത്. അത് ആ ഒരു അർത്ഥത്തിൽ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഉസ്താദ് നിങ്ങൾ പറയും.
ഏലാമുൽ മുവഖ്ഖഈൻ 45-ാം പേജിലുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ദഹ്ലവി തങ്ങളുടെ ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ 1-ാം വാള്യം 432-ാം പേജിലുണ്ട്. സാക്ഷാൽ ഇബ്നു തൈമിയ്യ വരെ റഫ്ഉൽ മലാം 18-ാം പേജിൽ ഈ കാര്യം ഉണർത്തുന്നുണ്ട്. ഇങ്ങനെ ഗവേഷണ പാടവമില്ലാത്ത ഒക്കാത്തവർക്ക് അത് ഒത്തവർ പറയുന്നത് അനുകരിക്കലും സ്വീകരിക്കലുമല്ലാതെ അവരെ തഖ്ലീദ് ചെയ്യലല്ലാതെ ഒരു വഴിയുമില്ലെന്ന് ജമുൽ ജവാമി 2-ാം വാള്യം 392-ലുണ്ട്. ജമ്മുൻ ജവാമി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തേ എഴുതിക്കുന്ന ഒരു ഹദീസ് ഗ്രന്ഥം എന്നാണോ? ജമ്മുൻ ജവാമി ഒരു ദർസിൽ ഓതി പഠിക്കുന്ന ഒരു ഗ്രന്ഥം മാത്രമാണ്. അതിലുണ്ട് എന്നും പറഞ്ഞിട്ടാണ് ദീനുൽ ഇസ്ലാമില് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്നുള്ള ആ ഒരു വാക്ക്, ആ ഒരു ഷഹാദത്ത് കെലിമ അത് ഉച്ചരിച്ച ആളുകള് അവര് അന്ധമായിട്ട് ഇതൊക്കെ ഓതി പഠിച്ച ആളുകളെ തക്ലീദ് ചെയ്യണമെന്ന്. തക്ലീദ് എന്ന് പറഞ്ഞാൽ എന്താണ്? അന്ധമായിട്ട് പിൻപറ്റുക. അള്ളാഹിനെയും അള്ളാഹിന്റെ റസൂലിനെയും മാത്രം അന്തായിട്ട് പിൻപറ്റുള്ളൂ. ഉസ്താദെ, നിങ്ങൾ എന്തിനാണ് ഈ ഉമ്മത്തിനെ ഇങ്ങനെ പഴപ്പിക്കുന്നത്? സഹോദരന്മാരെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? ഇവര് അന്ധമായിട്ട് ഇവരെ പിൻപറ്റിയിട്ട് അല്ലല്ലാത്തവരെ വിളിച്ചു തേടാൻ പറഞ്ഞു നടക്കുന്ന ഇവരുടെ പിന്നാലെ കൊണ്ടുപോവുകയാണ്. ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക, അവനാന്റെ ആഖിറവും ദുനിയാവും കളഞ്ഞു കുളിക്കാതിരിക്കുക എന്നുള്ളതാണ് അദ്ദേഹം പറയട്ടെ. അല്ലാമ ത്വബരി തങ്ങൾ 5-ാം വാള്യം 115-ൽ പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൻ നിസാ 59-ാമത്തെ ആയത്തിൽ യാ അയ്യുഹല്ലദീന ആമനൂ വഅത്തിയുല്ലാഹ വഅത്തിയുർ റസൂല വഉലിൽ അംർ ഒരു മിനിറ്റ് അവിടെ നിർത്തട്ടെ. വൗലിൽ അംർ എന്ന് പറഞ്ഞത് നിർത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു മുറിയായത്ത് പരിശുദ്ധ ഖുർആനിലില്ല. പരിശുദ്ധ ഖുർആനിൽ ഒരായത്ത് ഉണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കണം. അതിന്റെ പകുതി എടുത്തു കഴിഞ്ഞാൽ അർത്ഥത്തിന് വ്യത്യാസം വരും. ഇദ്ദേഹം ഓതിയത് എന്താണ്? സൂറത്ത് നിസായിലെ 59-ാമത്തെ ആയത്താണ് പറഞ്ഞത്. നമ്മളെടുത്തുണ്ടല്ലോ പരിശുദ്ധ ഖുർആന്, നമുക്കൊന്ന് ഓതി നോക്കാം സുഹൃത്തുക്കളെ. സൂറത്ത് നിസാ 59-ാമത്തെ ആയത്ത് യാ അയ്യുഹല്ലദീന ആമനൂ അത്തിയുല്ലാഹ വഅത്തിയുർ റസൂല വഉലിൽ അംരി എന്നല്ല, വഉലിൽ അംരി മിൻകും. അങ്ങനെ തന്നെ ഉണ്ട്. അത് കഴിഞ്ഞോ? ആ ആയത്ത് കഴിഞ്ഞോ? മുസ്ലിയാരെ, നിങ്ങൾ ഈ സാധുക്കളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഓതിയല്ലോ, വൗലിൽ അംറി എന്ന് ഓതിയല്ലോ. വഉലിൽ അംരി മിൻകും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും. ആ ആയത്ത് ആരാണ് കട്ടുമുറിച്ചത് എന്നുള്ളത്. നമ്മളൊക്കെ ക്ലിപ്പ് കട്ടുമുറിക്കണമെന്ന് പറയുന്ന പൊന്നു സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കുക. ഇവര് മുറിച്ചിട്ടും അതുപോലെ മുറിച്ചിട്ട് വേറുള്ളവർക്ക് ഒട്ടിച്ചിട്ടും ഒക്കെയാണ് നിങ്ങളെ പേപ്പിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി അതിന്റെ ബാക്കി ഭാഗം ഒന്ന് വായിച്ചു നോക്കാം നമുക്ക്. فَإِن تَنَازَعْتُمْ فِي شَيْءٍ فَرُدُّوهُ إِلَى اللَّهِ وَالرَّسُولِ إِن كُنتُمْ تُؤْمِنُونَ بِاللَّهِ وَالْيَوْمِ الْآخِرِ ذَلِكَ خَيْرٌ وَأَحْسَنُ تَأْوِيلًا. എന്ത് ഇത് ഓതാത്ത്? ഇത് ഓതിയ കഴിഞ്ഞു. ഇത് ഓതിയ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. ഞാൻ പറഞ്ഞുതരാം. അദ്ദേഹം അവിടെ ആ മുറിയായത്ത് ഓതിയിട്ട് എന്താ അർത്ഥം പറയണമെന്ന് നോക്കുക. അത് കഴിഞ്ഞിട്ട് ഇത് മുഴുവനായിട്ട് നമുക്കൊന്നും കൂടി അർത്ഥം നോക്കാം. അവര് നിങ്ങളെ പറ്റിക്കണ്ടോ പറ്റിക്കണില്ലേ എന്നുള്ളത് ഈ ഒരൊറ്റ ആയത്ത് മതി. ഈ 5 മിനിറ്റിലേറെയുള്ള ഇയാളുടെ ഈ വീഡിയോ ഇത് മുഴുവൻ റദ്ദാക്കാന്, ഇത് മുഴുവൻ ഇസ്ലാമിക വിരുദ്ധാണെന്ന് പറയാന് ഈ മുറിയായത്ത് മതി. എന്താ പറയുക നോക്കാം. ാക്കളെ നിങ്ങൾ അനുസരിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ സൂറത്തുൻ നിസാഇന്റെ 59-ാമത്തെ ആയത്തിനെ ഉദ്ധരിച്ചുകൊണ്ട് ആര് പറഞ്ഞാലും അങ്ങനെ മുറിയായത്ത് ഉദ്ധരിച്ചുകൊണ്ട് ആരെയാ പറഞ്ഞത്? ഏത് ഗ്രന്ഥത്തിലുള്ളത് ഇങ്ങനെ ഒരു മുറിയായത്ത്? ഇതാ ഒന്നും കൂടി നിങ്ങൾ കണ്ടോളൂ. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. സൂം ചെയ്ത് വായിച്ചു നോക്കുക. യാ അയ്യുഹല്ലദീന ആമനൂ അത്തിയുല്ലാഹ വഅത്തിയുർ റസൂല വഉലിൽ അംരി എന്നല്ല, വഉലിൽ അംരി മിൻകും എന്നുണ്ട്. എന്താണ് ഇത്രയും മോദിയുടെ അർത്ഥം എന്ന് നോക്കാം. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുക, അള്ളാഹുവിന്റെ ദൂതനെയും നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കളെയും അനുസരിക്കുക. അതാണ് ഇവിടെ യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസികളോടാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അത്തിയുല്ലാ എന്ന് പറഞ്ഞാല് അള്ളാഹിനെ അനുസരിക്കുക തന്നെയാണ്. അത് കഴിഞ്ഞാല് വഅത്തിയുർ റസൂല എന്ന് പറഞ്ഞാല് അള്ളാന്റെ റസൂലിനെയും അനുസരിക്കുക തന്നെയാണ്. വഉലിൽ അംരി എന്ന് മാത്രം പറഞ്ഞാല് തീരൂല. അപ്പൊ എന്തായെന്നറിയോ? അള്ളാഹിനെയും അള്ളാന്റെ റസൂലിനെയും നിരുപാധികമായ അനുസരണമാണ്. തഫ്സീർ തോക്കിങ്ങള് അത് വ്യക്തമായിട്ട് മുഫസ്സിരീങ്ങള് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹുവിനെ അനുസരിക്കുക, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക എന്നുള്ളത് അത് നിരുപാധികമായതാണ്. എന്നാല് ആ അനുസരണം നിരുപാധികമാണ്. എന്നാല് വഉലിൽ അംരി എന്നല്ല, വഉലിൽ അംരി മിൻകും, നിങ്ങളിൽ നിന്നുള്ള ഈ കൂട്ടത്തിൽ നിന്നുള്ള കൈകാര്യകർത്താക്കള്, ഉമറാക്കള്, അതുപോലെ നമ്മുടെ നേതൃത്വം, അവരെയും നമ്മൾ അനുസരിക്കണം എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ ഇമാമുമാരെ, മദ്ഹബിന്റെ ഇമാമുമാരെ ഒക്കെ അനുസരിക്കണം, അംഗീകരിക്കണം. അതിൽ സംശയമൊന്നുമില്ല. എന്നാല് അള്ളാഹുവിനെ അനുസരിക്കുക, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക എന്ന് പറഞ്ഞിടത്ത് നിരുപാധികമാണ് എന്നുള്ളതിന് തെളിവ് അവിടെ ഒരു ഓപ്ഷൻ ഇട്ടിട്ടില്ല. എന്നാൽ വൗലിൽ അംരി മിൻകും എന്ന് പറഞ്ഞിടത്തൊരു ഓപ്ഷൻ ഉണ്ട്. എന്താ അത്?
فإن تنازعتم في شيء فردوه إلى الله والرسول. അതെന്താണ്? അത് നേരെ നോക്കിക്കോളി. നമുക്ക് ഇതിന്റെ അർത്ഥം എന്താണ് കൊടുത്തിട്ടുള്ളതെന്ന് വ്യക്തമായിട്ട് നോക്കാം. ഇനി വല്ല കാര്യത്തിലും നിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ അത് അള്ളാഹുലേക്കും റസൂലിലേക്കും മടക്കുക. മൂല്യരെ, നിങ്ങൾ പറഞ്ഞത് മൊത്തം പേച്ചു, നിങ്ങൾ പറഞ്ഞത് മുഴുവൻ ഇവിടെ ഞങ്ങൾ തള്ളുകയാണ്. കാര്യം കൈകാര്യകർത്താക്കളായ ഉമറാക്കളായ ആളുകളില് ഭിന്നാഭിപ്രായം ഉണ്ടായാല് എന്താ ഭിന്നാഭിപ്രായം? ഇമാം അബു ഹനീഫ റഹിമഹുല്ല പറയാണ്, ഇമാമ് വലദ്വാലീന്ന് പറഞ്ഞാല് മാമൂമിങ്ങൾ ഉറക്ക ആമീൻ പറയേണ്ടതില്ലാന്ന്. ഇമാം ഷാഫി പറയാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല, നമ്മൾ ഉറക്ക ആമീൻ പറയണമെന്ന്. ഇത് എന്താണെന്നുള്ളത് കിതാബുല്ലാഹി വ സുന്നത്ത് റസൂലിഹി, ഇതാണ് നമ്മൾ നോക്കുക. ഇവർ രണ്ടും ഭിന്നാഭിപ്രായം വന്നപ്പോൾ എന്തേ നമ്മൾ ചെയ്തത്? ഏതാണ് കൂടുതൽ പ്രബലമായ ഹദീസ് എന്ന് നോക്കി. അപ്പോ ഉറക്ക ആമീൻ പറയണം എന്നുള്ളതാണ് ഹദീസ് വന്നത്, അത് നമ്മൾ എടുത്തു, അത്രേ ഉള്ളൂ. ഇനി നോക്കൂ, നിങ്ങൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അതാണ് വേണ്ടത്, അതാണ് ഉത്തമവും കൂടുതൽ നല്ല പര്യവസാനമുള്ളതും എന്നുള്ളത് അള്ളാഹ് പറയാണ്. അപ്പോ വൗലിൽ അംറ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നിർത്തിയത്. ഇനി ഒരു കാര്യം കൂടി പറയാണ്ട്, ഇത് ഇന്നലെ കൊടുവള്ളി ഭാഗത്തുള്ള ഒരു സഹോദരനാണ് ഈ വീഡിയോ അയച്ചത്. ഈ വീഡിയോ അയച്ചതുകൊണ്ട് അദ്ദേഹം പറയുകയുണ്ടായി, നല്ല നായയുടെ കുറയുണ്ട്, ബുദ്ധിമുട്ട് ഉണ്ട്, എനിക്കും ബുദ്ധിമുട്ടുണ്ട്, കേൾക്കുന്നവർക്കും ഉണ്ടാവുമെന്ന് അറിയാം, ക്ഷമിക്കുക, അത് ആട്ടിയാലൊന്നും പോകില്ല, കുറെ എണ്ണ ഉണ്ട്. അപ്പോ അദ്ദേഹം ഇത് അയച്ചതെന്നുകൊണ്ട് ചോദിച്ചത് അദ്ദേഹത്തിന് ഇതിന്റെ വിശദീകരണം ഒന്ന് കൊടുക്കണം എന്നാ. നിങ്ങൾ സൂറത്ത് നിസായിൽ 59-ാമത്തെ ആയത്ത് പകുതി മുറിയായത്ത് മൂപ്പര് ഓതിക്കുള്ളോ, അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഒന്ന് ഓതുക, അതിന്റെ അർത്ഥം എന്താണെന്ന് നോക്കുക, അതിന്റെ തഫ്സീർ നോക്കുക എന്നാ പറഞ്ഞു. അദ്ദേഹം അതിന് നല്ല രീതിയിൽ റിപ്ലൈ തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ വൗലിൽ അംറ് എന്ന് പറഞ്ഞ് നിർത്തിയത് തന്നെയാണ് ഇവരുടെ കള്ളത്തരം. അത് കഴിഞ്ഞാല് മിൻകും എന്നുള്ളത് അത് അവരിൽ നിന്നുള്ളത് തന്നെയാണെന്നുള്ളതാണ്. വിടാം. ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫർദൂഹു ഇലല്ലാഹി വറസൂൽ. നിങ്ങൾ അവർക്കിടയിൽ, നിങ്ങളുടെ ഉമറാക്കളായ കൈകാര്യകർത്താക്കളായ ആളുകൾക്കിടയിൽ വല്ല ഭിന്നാഭിപ്രായം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ അള്ളാഹുലേക്കും അള്ളാഹുവിന്റെ ഹബീബിലേക്കും മടക്കിക്കോ എന്ന് പറഞ്ഞു. ഏതാണ് അള്ളാഹു, ഏതാണ് അള്ളാഹിന്റെ റസൂല്? പറഞ്ഞു തരും. അത് വേറെ അള്ളയാണോ വേറെ റസൂലാണോ? അള്ളാഹുലേക്ക് മടക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കലാമിലേക്ക് മടക്കുക എന്നുള്ളതാണ്. വിശ്വാസ കാര്യങ്ങളില് പ്രവർത്തനപരമായ കാര്യങ്ങൾ നമ്മൾ മുഴുവനായിട്ടൊന്നും ഇവര് തുടക്കത്തിൽ പറഞ്ഞ പോലെ നിസ്കാരമോ ഹജ്ജോ നോമ്പോ ഒന്നും അതിന്റെ പ്രവർത്തനപരമായ അമലു സ്വാലിഹാത്തുകള് ഇബാദാത്തുകള് അത് നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ തന്നെ നോക്കേണ്ടി വരും. അപ്പോ അവര് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇമാമുമാർ എന്താ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് പറയാം. ഇനി ഇദ്ദേഹം പറയുന്ന കുറച്ച് ഭാഗം കൂടി ഉണ്ട്, അതൊന്ന് കേൾക്കാം. നായയുടെ കുറെ കാരണം ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമുക്കിത് പറഞ്ഞു തീർക്കാം. ബഹുമാനപ്പെട്ട അല്ലാമ സ്വാബി വാള്യം 1 226 അത് മുജ്തഹിദീങ്ങളായ പണ്ഡിതന്മാരാണ്, അവരെ അനുസരിക്കൽ നമുക്ക് ആവശ്യമാണ്, അവർ പറഞ്ഞത് സ്വീകരിക്കണം അനുകരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആയിക്കോട്ടെ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ഗ്രന്ഥത്തിൽ ഏത് പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ ഖുർആൻ ആയത്തിന്റെ ബാക്കി എന്താണ് നിങ്ങൾ ഓതാത്തത്? ഫൗലിൽ അംറ് എന്ന് പറഞ്ഞ് നിർത്തിയത് എന്തേ? അങ്ങനെ ഒരു ആയത്ത് അള്ളാന്റെ ഖുർആനിലുണ്ടോ? അതിന്റെ ബാക്കിയും കൂടി ഇല്ലേ? മിൻകും എന്ന് കഴിഞ്ഞിട്ട് ഫൈൻ തനാസഅതും ഫീ ഷൈഇൻ ഫർദൂഹു ഇലല്ലാഹി വറസൂൽ. അണ്ട് ഓതുസ്താദേ, അതിന്റെ ഓതി കഴിഞ്ഞാൽ നിങ്ങളെ പ്രശ്നങ്ങളും തീരും. പക്ഷെ നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, നിങ്ങൾക്ക് നുണ പറയണം, ഈ ഉമ്മത്തിനെ കെട്ടിയിടണം, ഒരു മദ്ഹബിന്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അല്ലല്ലാത്തവരെ വിളിച്ചു തേടാൻ പ്രാർത്ഥിക്കാൻ തെളിവുണ്ടാക്കി നടക്കുന്ന ആളുകളല്ലേ നിങ്ങള്? പറയാം, ഇദ്ദേഹം പറയട്ടെ. ഇത് തന്നെയാണ് ഫത്താവ സുയൂത്തി 2-ാം വാള്യം 201-ാം പേജിലും പറഞ്ഞിട്ടുണ്ട്. ആ ഖുർആൻ ആയത്ത് മുഴുവനായിട്ട് ഓതിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം മുറിച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള വ്യാഖ്യാനം മാത്രം പറഞ്ഞുകൊണ്ട് കിടക്കുക എന്നുള്ളതാണ്. പറ്റിക്കല് പണ്ട് നടക്കുമായിരുന്നു, ഇന്ന് കാലം മാറി, ഇന്ന് യുഗം മാറിയിട്ടുണ്ട്. ഇന്ന് അപ്പപ്പ സ്പോട്ടിൽ മറുപടി കിട്ടും. ഇത് കുറച്ച് മുൻപ് പറഞ്ഞതാണെങ്കിലും ഈ ഒരു കാര്യത്തിൽ ഇവർക്ക് പേച്ചിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞ് അത് ഇവർക്ക് തിരുത്തുക എന്നുള്ളതാണ്. അത് തിരുത്തുക തന്നെ ചെയ്യും ഇൻഷാ അല്ലാഹ്. പറയട്ടെ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സൂറത്തുൽ നാഹലിലെ 43-ാം ആയത്തിലും സൂറത്തുൽ അംബിയായിലെ 7-ാം ആയത്തിലും ഫസലു അഹ്ല ദിക്രി ഇൻ കുന്തും ലാ തഅലമൂൻ, സ്വന്തം കാര്യങ്ങൾ തിരിയാത്തവർ തിരിയുന്നവരെ അനുകരിച്ചു മാത്രമേ അമൽ ചെയ്യാവൂ എന്ന് പറഞ്ഞിടത്ത് ബഹുമാനപ്പെട്ട അഹ്ലു ദിക്ർ അറിവുള്ളവർ എന്നതുകൊണ്ട് ഇവിടെ വിവക്ഷ മുജ്തഹിദീങ്ങളായ ഗവേഷണം മനനം ചെയ്തെടുത്ത് കാര്യങ്ങൾ പറയാൻ പറ്റുന്ന മഹാപണ്ഡിത പ്രതിഭകളാണ് ഉദ്ദേശ്യമെന്ന് അല്ലാമ ത്വബരി തന്റെ തഫ്സീർ 14-ാം വാള്യം 68-ാം പേജിൽ പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞിട്ടുണ്ട് ആരോ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു പോകുക എന്നല്ലാണ്ട് അദ്ദേഹം ഇവിടെ
നഹലിലെ 43-ാമത്തെ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്ന ആ ഒരു വഞ്ചന തഫ്സീർ എടുത്തു നോക്കണം. ഞാൻ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കണ്ട, ഞാൻ കാണിച്ചു തരുന്ന ആയത്തും നിങ്ങൾ വിശ്വസിക്കണ്ട. നഹല്, സൂറത്ത് നഹല് 16-ാമത്തെ അധ്യായമാണ്, 16-ാമത്തെ സൂറത്താണ്. അതിൽ 43-ാമത്തെ ആയത്ത് എടുത്തു നോക്കിയിട്ട് നിങ്ങൾ പഠിക്ക്. ഇയാൾ നുണയാണോ പറഞ്ഞെന്നുള്ളത് നിങ്ങളൊന്ന് എടുത്തു നോക്ക്. നിങ്ങൾക്ക് അതിന്റെ വാക്കർത്ഥം കേൾക്കുമ്പോൾ തന്നെ അത് കള്ളമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇനി ഇല്ലെങ്കിൽ തഫ്സീർ കിട്ടുമല്ലോ. നിങ്ങൾ അറബി അറിയില്ല എന്ന് പറഞ്ഞിട്ട് വിഷമിക്കണ്ട. ഏതെങ്കിലും ഒരു സലഫി മസ്ജിദിൽ പോയി കഴിഞ്ഞാൽ അവിടെ തഫ്സീർ ഉണ്ടാകും. അവിടെ ആരുടെ തഫ്സീർ ആണെങ്കിലും നിങ്ങൾക്ക് എടുത്തു നോക്കാം. ജമാഅത്തെ ഇസ്ലാമിയുടെ പള്ളിയിൽ പോയാൽ അവിടെയും തഫ്സീർ മലയാളത്തിലുള്ളത് കിട്ടും, തഫ്ലീമുൽ ഖുർആൻ കിട്ടും. അല്ലെങ്കിൽ സലഫി പ്രസ്ഥാനങ്ങളിൽ നടത്തുന്ന പള്ളിയിലാണെങ്കിൽ അവരുടെ പള്ളിയിൽ അമാനി മൗലവിയുടെ തഫ്സീർ ഉണ്ടാവും. നിങ്ങൾ എടുത്തു നോക്ക്. 16-ാം അധ്യായം 43-ാമത്തെ ആയത്ത് എന്തിനെ കുറിച്ചാണ് പറയണത്? മൂല്യര് കേൾക്കണ്ടിച്ച കേട്ടോളി. അതിൽ പറയണത്, നിനക്ക് മുമ്പ് മനുഷ്യന്മാരെ അല്ലാതെ നാം ദൂതന്മാരായി നിയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇത് അള്ളാന്റെ ഹബീബിനോട് പറയുന്നതാണ്. പ്രവാചകന്മാരായിട്ട് മലക്കുകളെ ആരെയും ഇട്ടിട്ടില്ല, ജിന്നുകളെയും ഇട്ടിട്ടില്ല, മനുഷ്യന്മാരെ മാത്രമേ ഉള്ളൂ എന്നാണ് അള്ളാഹു പറയുന്നത്. അതിന്റെ ഒരു ചെറിയൊരു വിവക്ഷ കൊടുക്കുന്നുണ്ട്. അള്ളാഹു മലക്കുകളെയല്ലേ ദൂതന്മാരായി അയക്കേണ്ടതെന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടിയാണിത്. പൂർവ്വവേദങ്ങൾ ലഭിച്ചവരോട് ചോദിച്ചാൽ അറിയാം, മനുഷ്യന്മാരെ അല്ലാതെ ഒരിക്കലും ദൂതന്മാരായി അയച്ചിട്ടില്ലെന്ന്. ആ വാക്കിന്റെ ചെറിയൊരു കാര്യം ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുകയാണ്. ഇനി എന്താണെന്ന് പൂർണ്ണമായിട്ട് നമുക്ക് നോക്കാം. നിനക്ക് മുമ്പ് മനുഷ്യന്മാരെ അല്ലാതെ നാം ദൂതന്മാരായി നിയോഗിച്ചിട്ടില്ല. അവർക്ക് നാം സന്ദേശം നൽകുന്നു. നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ വേദം മുഖേന, ഏതാണ് വേദം മുഖേന ഉത്ബോധനം ലഭിച്ചവരോട് നിങ്ങൾ ചോദിച്ചു നോക്കുക. ഇത് മദ്ഹബ് പിന്തുടരാനുള്ളതാണോ? ആണോ? ഇത് മദ്ഹബ് പിൻപറ്റാനുള്ള ആയത്താണോ മൂല്യരെ? ഇത് വേദക്കാരോട് പോയി ചോദിച്ചു നോക്കാനല്ലേ പറഞ്ഞത്? മലക്കുകളല്ലാതെ ആരെങ്കിലും പ്രവാചകന്മാരായിട്ട് വിട്ടിട്ടുണ്ടോ എന്നുള്ളത് വേദക്കാരോട് ചോദിച്ചു നോക്കാനുള്ളത് പറഞ്ഞതിനാണ് ഇയാൾ ഈ പച്ചക്കളവ് പരിശുദ്ധ ഖുർആന്റെ പേരിൽ ഈ പറഞ്ഞിട്ടുള്ളത്. ഇനി പ്രിയമുള്ളവരെ, ഇവിടെ ഇദ്ദേഹം കളവ് പറയുന്ന മറ്റൊരായത്ത് ഇതും വേദക്കാരെ കുറിച്ചുള്ളതാണ്. ഇവര് പള്ളിയിലച്ചന്മാരോട് പോയി ചോദിക്കാനാണോ അതോ ജൂത റബ്ബിമാരോട് പോയി ചോദിക്കാനാണോ ഇയാൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ മദ്ഹബിനെ പിന്തുടരാൻ വേണ്ടിയിട്ട് പച്ചക്കളവ് പറയാൻ പരിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യുന്നത്. നമ്മള് സൂറത്ത് നിസായിൽ 59-ാമത്തെ ആയത്ത് മുറിയായത്താണ് ഓതി എന്ന് പറഞ്ഞു. ബാക്കിയുള്ള ആയത്തുകളൊക്കെ വേദക്കാർക്ക് ഇതാ നിങ്ങൾ നോക്കൂ, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും. സൂറത്ത് അംബിയാ 7-ാമത്തെ ആയത്ത്, നിനക്ക് മുൻപ് പുരുഷന്മാരെ, ആളുകളെ, അതായത് സ്ത്രീകൾ ആരെയും പ്രവാചകന്മാരാക്കിയിട്ടില്ല എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ്. പുരുഷന്മാരെ അല്ലാതെ നാം ദൂതന്മാരായി നിയോഗിച്ചിട്ടില്ല. പ്രവാചകന്മാരായിട്ട് സ്ത്രീകൾ ആരെയും വിട്ടിട്ടില്ല എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അത് ആരോടാണ് നമ്മൾ ചോദിക്കേണ്ടത്? മദ്ഹബിന്റെ ഇമാമിമാരോടാണോ? അതോ ഇതുപോലെ വെള്ളക്കെട്ടും കെട്ടി നടക്കണ ഈ പൊറോട്ടക്കെട്ടുകാരോടാണോ? അല്ല. എന്താണ് പറഞ്ഞിട്ടുള്ളത്? അവർക്ക് നാം ബോധനം നൽകുന്നു. നിങ്ങൾ ഈ കാര്യം അറിയാത്തവരാണെങ്കിൽ വേദക്കാരോട് ചോദിച്ചു നോക്കുക. ഇവിടെ അഹില ദിക്ർ എന്നാണ് അവരെ പറഞ്ഞിട്ടുള്ളത്. അഹിലുൽ കിതാബ് തന്നെയാണ്, അതില് ഒരു സംശയവും വേണ്ട. അപ്പൊ പ്രിയമുള്ളവരെ, ഇതിൽ നമ്മൾ കൂടുതലൊന്നും സംശയിക്കേണ്ടതില്ല. ഇവര് വേദക്കാരോട് ചോദിക്കാൻ അഹ്ലുൽ ദിക്ർ എന്നാണ് അവിടെ ഖുർആന് ആ ഒരു ആളുകളെ കുറിച്ച് പറയുന്നത്. ആ അഹ്ലുൽ ദിക്ർ എന്ന് പറഞ്ഞാല് അഹ്ലുൽ കിതാബ് ആണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇനി അതൊക്കെ പോട്ടെ, പുരുഷന്മാരെ മാത്രമേ പ്രവാചകന്മാരാക്കിയിട്ടുള്ളൂ എന്നുള്ളത് അത് പരിശുദ്ധ ഖുർആൻ കൊണ്ട് നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ? ഇതിനി നമ്മൾ പോയിട്ട് മദ്ഹബിന്റെ ഇമാമിമാരോട് ചോദിക്കണോ? ഇതാണോ ഇതിൽ പഠിപ്പിക്കുന്നത്? ഇനി അദ്ദേഹം പറയട്ടെ, കുറെ പറയുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് 3 ആയത്തുകള്, ഒന്ന് സൂറത്ത് നിസായിലെ, മറ്റൊന്ന് നഹലിലെ, മറ്റൊന്ന് അംബിയായിലെ 3 ദുർവ്യാഖ്യാനങ്ങൾ കാണിച്ചു തന്നു. ഒന്ന് മുറിച്ചിട്ട് അതിന്റെ ബാക്കി എന്താണെന്നുള്ളത് നമുക്ക് കാണിച്ചു തന്നില്ല. മറ്റൊന്ന് പുരുഷന്മാരെ മാത്രമേ പ്രവാചകന്മാരാക്കിയിട്ടുള്ളൂ എന്നുള്ളത്, അത് നിനക്ക് സംശയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേദക്കാരോട് ചോദിച്ചു നോക്കാൻ പറയുന്നതിന് ഇവിടെ എന്താണ് പറഞ്ഞത്? അത് മദ്ഹബിന്റെ ഇമാമിങ്ങളോട് അല്ലെങ്കിൽ മുജ്തഹിദീങ്ങളോട് എന്നല്ലേ? മുജ്തഹിദിനോട് ചോദിക്കണോ? പുരുഷന്മാർ മാത്രമാണ് 1,24,000 പ്രവാചകന്മാരും വന്നിട്ടുള്ളത് എന്നുള്ളതിന് എന്താണ് മൂല്യരെ? സാധുക്കളെ പറ്റിച്ചോളൂ. നമ്മളെടുത്ത് നിങ്ങൾ ആ തരികട നടക്കൂല. നിങ്ങൾ പറയും. ഈ വിഷയം നിഹായത്തുൽ അമൽ 61-ാം പേജിൽ പറഞ്ഞിട്ടുണ്ട്. ചുരുക്കത്തിൽ വേണ്ട വിധം ഖുർആനും സുന്നത്തും മനസ്സിലാക്കി ഗവേഷണം ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന മഹാന്മാർക്കാണ് മുജ്തഹിദീങ്ങൾ, ഗവേഷണം ചെയ്ത് കാര്യം മനസ്സിലാക്കാൻ യോഗ്യതയുള്ളവരെന്ന് പറയുന്നത്. ആയിക്കോട്ടെ, അത് നമ്മൾ അംഗീകരിക്കാം. മുജ്തഹിദീങ്ങൾ ആരാണ്, ഇജ്തിഹാദ് ചെയ്യാന് യോഗ്യരാരാണ് എന്നുള്ളതൊക്കെ നമുക്കറിയാം. പക്ഷെ ഖുർആൻ ആയത്തുകൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ദുർവ്യാഖ്യാനിച്ചത്? ഇവിടെ വേദക്കാരോട് ചോദിക്കാൻ പറഞ്ഞ് നിങ്ങൾ എന്തിനാണ് ഈ മുജ്തഹിദീങ്ങൾ അതിൽ കൂടുന്നത്? ഒരു മുജ്തഹിദായ ഒരു ഇമാമിനോട് ചോദിക്കാനാണോ ആ ആയത്ത് കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിയത്?
അപ്പൊ എന്ത് ഖുർആൻ പഠിത്താണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്? നിങ്ങൾ കുറെ കിതാബുകളുടെ പേരാണ്ട് പറഞ്ഞിട്ട് അറബിയിൽ എന്തൊക്കെയാണ് പറഞ്ഞാല് ഈ പാവങ്ങളെ പറ്റിക്കാൻ പറ്റും. പക്ഷെ ഇങ്ങോട്ട് നടക്കൂല എന്നുള്ളത് തന്നെയാണ് നിങ്ങൾ പറയും. അത്തരം ആളുകളല്ലാത്ത നമ്മെ പോലെയുള്ള സാധാരണക്കാർ ഒരു കാരണവശാലും ഇന്നുള്ള നമുക്കൊന്നും എത്ര സ്കൂളിൽ പഠിച്ചാലും കോളേജിൽ പഠിച്ചാലും അഫ്ളലുൽ ഉലമയോ ഡോക്ടറേറ്റോ നേടിയാലും ദർസിൽ പഠിച്ചാലും ഡിപ്ലോമ പാസ്സായാലും 10,000-കണക്കിന് കിതാബുകൾ എൻ്റെ മക്തബത്ത് ഷാമിലുണ്ടെന്ന് വീമ്പ് പറഞ്ഞാലും സെർച്ച് ചെയ്യാൻ സൗകര്യങ്ങളുണ്ട്, ഗൂഗിളുണ്ട്. ഹദീസുകളെ എങ്ങനെയും പഠനം ചെയ്യാൻ ആയത്തുകളെയും തഫ്സീറുകളെയും ഏതു ഭാഷയിലും പഠനം നടത്താൻ സാധിക്കുമെന്നൊക്കെ വലിയ ബടായി പറഞ്ഞാലും വിശുദ്ധമായ ഖുർആനിൽ നിന്നും ഹദീസുകളിൽ നിന്നും വിധിവിലക്കുകൾ മനനം ചെയ്തെടുത്തു പറയാൻ ഒരാൾക്കും ഇന്ന് കഴിയില്ല എന്നുള്ള പരമസത്യം ബഹുമാനപ്പെട്ട ഇമാമുമാർ വളരെ വ്യക്തമായി ഗവേഷണത്തിന്റെ യോഗ്യതകൾ ഒക്കാത്ത കാരണം പറ്റില്ല എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇവരിത്രയും ഒക്കെ പറഞ്ഞു തന്നിട്ടും അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല എന്നുള്ള കാര്യം അത് ശിർക്കാണെന്നുള്ളത് ഇത്രയും കാലമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലല്ലോ. നിങ്ങളെ പോലെ ഈ കെട്ടും കെട്ടി നടക്കണം ഒന്നിനും മനസ്സിലായിട്ടില്ലല്ലോ. ഈ പാളക്കിതാബ് ഓതിയിട്ട് എന്നിട്ട് ഈ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണേ. ഇതൊക്കെ പറയാന് ഒരായത്തുങ്ങള് പരിശുദ്ധ ഖുർആനിൽ നിന്ന്, ഈ പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരായത്ത് നിങ്ങൾ സത്യസന്ധമായിട്ട് ഓതിയിട്ടില്ലല്ലോ. ഒന്ന് സൂറത്ത് നിസായിൽ 59-ാമത്തെ ആയത്ത് അംറ് എന്നും പറഞ്ഞാണ് നിർത്തി. അത് അംറ് മാത്രല്ല, മിൻകും ഉണ്ട്, ഫൈൻ തനാസായത്തും ഫിഷയും ഫറദ്ദുഹു ഇലല്ലാഹി വറസൂൽ എന്നൊക്കെ ഉണ്ട്. ഇനി ജാഹിലിയെന്ന് വിളിച്ചിട്ടുണ്ട് വേരി മൊയന്തുകളെ. നിങ്ങളെ മൊയന്തുകൾ എന്നല്ലാണ്ട് എന്താ വിളിക്കുക? ഇത്രയും വ്യക്തമായിക്കൊണ്ട് പരിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തതും പരിശുദ്ധ ഖുർആനിൽ നിന്ന് കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നത് പച്ചക്കളവ് പറഞ്ഞു തന്നു എന്ന് ഇവിടെ വെട്ടി തുറന്ന് പരിശുദ്ധ ഖുർആന്റെ വെളിച്ചത്തില് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് നിങ്ങൾ ജാഹിലെന്നും വിളിച്ച് നടക്കണ്ടല്ലോ ഇല്ലേ? ജഹൽ മുറക്കബ് എന്നല്ലേ മൊയന്തുകളെ നിങ്ങൾ വിളിക്കണത്? നിങ്ങളെ മൊയന്ത് എന്നല്ലാണ്ട് എന്താ വിളിക്കുക? പറയട്ടെ, ഇയാള് പറയട്ടെ. ഇതുപോലെയുള്ള ആളുകളുടെ ജൽപ്പനങ്ങൾ കേട്ടിട്ടല്ലേ എന്നെ പോലെയുള്ള സാധുക്കളങ്ങള് ജാഹിലാക്കാൻ നടക്കുന്നത്. ഞങ്ങള് പരിശുദ്ധ ഖുർആനും സ്വഹീഹായ ഹദീസും അത് വിട്ടിട്ടൊരു കളിയില്ല, ആരെന്ത് പറഞ്ഞാലും. അതുകൊണ്ട് തന്നെ ഇന്നുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം മുജ്തഹിദീങ്ങളായ ആളുകൾ പറഞ്ഞത് സ്വീകരിക്കുകയല്ലാതെ നമ്മുടെ മുമ്പിൽ ഒരു വഴികളും ഇല്ല. ആരെയാ പറഞ്ഞത്? മുജ്തഹിദായ ഒരാള്, അയാളെ നമ്മൾ തള്ളൊന്നും വേണ്ട. നമുക്ക് ഇന്ന് ആ മുജ്തഹിദിന് കിട്ടിയതിനെക്കാട്ടിലും ഹദീസ് കിട്ടുന്നുണ്ടേ. പിന്നെ ഇപ്പൊ ഇവരൊക്കെ പറഞ്ഞിട്ടുള്ള കർമ്മപരമായ കാര്യമാണ്. നിങ്ങളെ വിശ്വാസം തന്നെ പയച്ചിക്കാണ്. നിങ്ങളുടെ വിശ്വാസം തന്നെ പയച്ചിക്കാണ്. വിശ്വാസ സംബന്ധമായിട്ട് ആരെ എടുക്കേണ്ടത്? നിങ്ങൾ പറഞ്ഞ അശ്വരി ഇമാമിനെ. അശ്വരി ഇമാമ് ഏത് മദ്ഹബാണ് പിന്തുടരുന്നത്? ആ അശ്വരി ഇമാമ് കൂടുതൽ ഫോളോ ചെയ്യുന്നത് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമുല്ലാന്റെ ഹംബലി മദ്ഹബാണ്. എന്തെന്നിട്ട് നിങ്ങൾ അത് എടുക്കാത്ത? നിങ്ങള് അശ്വരി ത്വരീഖത്ത് അല്ലെങ്കിൽ മാതുരീദി ത്വരീഖത്ത് എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കണ്ടല്ലോ. നിങ്ങളെ പിഴച്ച വിശ്വാസം. അശ്വരി ഇമാമിന്റെ 40 വർഷക്കാലത്തെ പിഴച്ച വിശ്വാസമായിരുന്നു വഹദാനിയത്തിനെ, അസ്മാവ് ശിഫാത്തിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ആ പിഴച്ച വിശ്വാസമല്ലേ നിങ്ങളെടുത്തുള്ളത്? അയ്യോ, എന്നിട്ടാണ് മറ്റുള്ളവരെ നേരാക്കാൻ നടക്കുന്നത്. പറയും. ജമ്മുൽ ജവാമി 2-ാം വാള്യം 391-ാമത്തെ പേജിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. സാക്ഷാൽ സുയാനത്തുൽ ഇൻസാൻ എന്ന കിതാബില് അഥവാ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അടക്കം സാക്ഷാൽ ഇബ്നു തൈമിയ്യ അടക്കം മദ്ഹബ് സ്വീകരിച്ചവരാണ്. മദ്ഹബ് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഹദീസിന്റെ ഗ്രന്ഥങ്ങളുടെ രചയിതാക്കളായ ഇമാമുൽ ബുഖാരി, തുർമുദി അടക്കമുള്ളവർ മദ്ഹബ് സ്വീകരിച്ചവരാണെന്ന്. മദ്ഹബിന്റെ ഇമാമുമാരെ അംഗീകരിച്ചു എന്നത് മദ്ഹബ് സ്വീകരിച്ചു എന്നാണോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാല് ഇസ്ലാമാവും. അപ്പോ ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറഞ്ഞ പോലെ മദ്ഹബ് സ്വീകരിച്ചു എന്നാണോ? ഒരു കാലഘട്ടത്തെ മുജദ്ദിദായിരുന്ന മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമുല്ലാ, അദ്ദേഹം മദ്ഹബ് സ്വീകരിച്ചവനാണ് എന്ന് പറഞ്ഞിട്ട് മദ്ഹബ് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ മുദില്ലാണ് ലാലാണെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമുല്ലാന്റെ അഭിപ്രായങ്ങളോട് കൂടുതൽ യോജിക്കുന്നവര് അവര് ആ അഭിപ്രായങ്ങൾ എടുക്കാറുണ്ട്. അവര് ഇജ്തിഹാദ് ചെയ്തിട്ടുള്ള ആളുകളാണ്. ഈ നേരത്തെ പറഞ്ഞ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയും അതുപോലെ തന്നെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമുല്ലയൊക്കെ ഇജ്തിഹാദ് ചെയ്യാൻ കഴിവുള്ള പണ്ഡിതരാണ്. അവര് ഏത് മദ്ഹബാണ് അന്തമായിട്ട് സ്വീകരിച്ചിട്ടുള്ളത്? പച്ചനുണ പറയുന്നതിന് ഒരു ഉളുപ്പ് വേണ്ട ഉസ്താദേ, അല്ലേ? പറയട്ടെ. വഹാബി സഹോദരങ്ങൾ വരെ അവരുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ ഇന്ന് ഒരാൾക്കും എനിക്ക് ഖുർആൻ പരിഭാഷ തിരിയും, എനിക്ക് ഹദീസ് പരിഭാഷ തിരിയും, അത് ഞാൻ എഴുതിയിട്ടുണ്ട്, ഞാൻ എമ്പാടും വായിച്ചിട്ടുണ്ട്, എൻ്റെ ലൈബ്രറിയിൽ ഒരുപാട് ഭാഷകളിലുള്ള ഒരുപാട് ഖുർആൻ പരിഭാഷകളുണ്ട് എന്നൊന്നും പറഞ്ഞ് ബഡായി പറഞ്ഞ് നാലാലൊരു മദ്ഹബ് സ്വീകരിക്കാതെ ഒരാൾക്ക് മുസ്ലിമായി ജീവിക്കാൻ സാധിക്കൂല. തള്ളിയത് കണ്ടില്ല നിങ്ങള്?
അതായത് നാലാലൊരു മദ്ഹബ് സ്വീകരിക്കാതെ മുസ്ലിമായി ജീവിക്കാൻ സാധിക്കൂല എന്ന് പറഞ്ഞത്. 4 മദ്ഹബ് വരുന്നതിന് തൊട്ട് മുമ്പെയുള്ള ജനത എന്നപ്പോൾ മുസ്ലിങ്ങളല്ലേ? അല്ലേ? അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കൊടുക്കുന്നത് ദീനുൽ ഇസ്ലാം കിതാബുല്ലി വസുന്നത്ത് റസൂലി ആണോ അതോ മദ്ഹബാണോ? എന്ത് നോണയാണ് മൂല്യരെ എങ്ങളീ പറയണത്? ആരെയാണ് നിങ്ങൾ പേപ്പിക്കണത്? പിഴച്ച വാദവുമായിട്ട്, പിഴച്ച ചിന്താഗതികളുമായിട്ട്, ഹറാമായ രീതിയിലല്ലേ നിങ്ങൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്? ഈ ജനങ്ങള് ഇത് മനസ്സിലാക്കാത്ത കാലത്തോളം നിങ്ങൾക്ക് ഈ പച്ച നുണ പറഞ്ഞുകൊണ്ടിരിക്കാം എന്നുള്ളതല്ലാതെ എന്ത് തെളിവാണ് ഇതിനുള്ളത്? അല്ലേ? ഇവിടെ മദ്ഹബ് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഇസ്ലാമായിട്ട് ജീവിക്കൂല എന്നാ പറഞ്ഞത്. അത് തീരുമാനിക്കാൻ താങ്കളാണോ വിവരദോഷിയായ മുസ്ലിയാരെ എന്ന് ചോദിക്കാതിരിക്കാൻ കഴിയില്ല. ബാക്കി കേൾക്കാം. എന്തുകൊണ്ട്? അതാണ് ബഹുമാനപ്പെട്ട അല്ലാമ സ്വാബി 3-ാം വാള്യം 10-ാം പേജിൽ ഇങ്ങനെ പറഞ്ഞു. നാലാലൊരു മദ്ഹബ് സ്വീകരിക്കാതെ ഒരു മാർഗവും ഇന്നില്ല. സ്വഹാബ, ഞാൻ ചെയ്യുന്നത് സ്വഹാബി പറഞ്ഞതിനനുസരിച്ചാണ്. ഏത് സ്വഹാബിയാണ് അങ്ങനെ പറഞ്ഞത്? സ്വഹാബാക്കളുടെ കാലത്ത് മദ്ഹബ് ഉണ്ടോ മൂല്യരെ? ആരെങ്കിലും എന്തെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അത് തലയിലേറ്റി കൊണ്ട് കിടക്കുക? അത് പൈക്കള് ഈ തേങ്ങാപ്പിണ്ണാക്കും കടലപ്പിണ്ണാക്കും തിന്നണ മാതിരി കാടിവെള്ളത്ത് കലക്കിയിട്ട് കുടിക്കണ മാതിരി ഇങ്ങനെ കുടിച്ചും കൊണ്ട് കിടക്കുക. ആരിൽ എന്തെങ്കിലും പറഞ്ഞത്? അത് ദീനുൽ ഇസ്ലാമിന് വിരുദ്ധമാണെന്നുണ്ടെങ്കിൽ ആര് പറഞ്ഞാലും അല്ല, ഏത് സുജായി പറഞ്ഞാലും അല്ല. വല്ലി ഹദീസ് കണ്ടത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. സ്വഹിഹായ ഹദീസ് ഏതാണുള്ളത്? മദ്ഹബ് സ്വീകരിക്കണം എന്നുള്ളതിന് ഏത് സ്വഹിഹായ ഹദീസാണുള്ളത്? നൊണ അറിയേ? ഈ ആയത്തിൽ നിന്നും പരിഭാഷയിൽ നിന്നും എനിക്ക് മനസ്സിലായത് കൊണ്ട് ഏത് ഒരായത്ത് മുഴുവനായിട്ട് നിങ്ങളെയും കൊണ്ട് ഓതാൻ കഴിയിട്ടില്ല. ഇലാ യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാളെ വരെ കഴിയൂല, ഒരു മനുഷ്യനെയും കൊണ്ട് ഇനി കഴിയൂല. അതായത് ഒരു മദ്ഹബ് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ലാലാണ് മുലിലാണ്, അതായത് പിഴച്ചവനാണ്, പിഴപ്പിക്കുന്നവനാണ്. അതുമല്ലെങ്കിൽ ദീനുൽ ഇസ്ലാം എന്ന് പുറത്താണെന്ന് ഒരായത്ത് ഇങ്ങളെയും കൊണ്ട് ഓതാൻ കഴിയില്ല. അതിനുള്ള കുട്ടി ഇതുവരെ ജനിച്ചിട്ടില്ല, ഇന്നിട്ട് ജനിക്കൂല. അജ്ജാതി തൊള്ളപ്പൊട്ടൊന്നും ഇവിടെ ഓടൂല. നാല് മദ്ഹബും സ്വീകരിക്കാത്തവൻ ലാലുൻ, സ്വയം വഴി പിഴച്ചവനാണ്, മുലിലും മറ്റുള്ളവരെ പിഴപ്പിക്കുന്നവനുമാണ്. കുഫരി, സത്യനിഷേധത്തിലേക്ക് വരെ അവന്റെ ഈ പ്രവർത്തനം വഴിവെച്ചേക്കാമെന്ന്. കണ്ടില്ലേ? ലാലു മുലിൽ എന്താന്ന് മൂപ്പരനെ പറഞ്ഞു. ഇങ്ങനെ ഒരു സാധനം ഇത് സ്വഹാബാക്കളുടെ കാലശേഷമാണ് വരുന്നത്. അതായത് സ്വഹാബാക്കളുടെയും കാലശേഷം താബീങ്ങളിൽ നിന്ന് മുതലാണ് മദ്ഹബിന്റെ ഇമാമിയങ്ങൾ വരുന്നത്. ഒന്ന് ഇമാം അബു ഹനീഫ, ഹനഫി ഇമാമ്, അത് കഴിഞ്ഞിട്ട് ഷാഫി ഇമാമ്, മാലിക്കി ഇമാമ്, അവസാനത്തെ അതായത് ഹിജ്റ 300-കളിലൊക്കെ ജീവിച്ചിരുന്ന മദ്ഹബിന്റെ ഇമാമാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ. ഇവരൊക്കെ പണ്ഡിതന്മാരാണ്, ഇവരൊക്കെ പറഞ്ഞത് ദീനാണ്, അതിലൊന്നും സംശയമില്ല. ഓലാരും പറഞ്ഞിട്ടില്ല ഓല അങ്ങോട്ട് അന്തമായിട്ട് തക്ലീദ് ചെയ്യണമെന്ന്. ഇനി അതിന്റെ അപകടവശം എന്താന്ന് പറയാം, ലേസം കൂടി ഇദ്ദേഹം പറയുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് അതിന്റെ അപകടവശം എന്താന്ന് പറയാം. സ്വാവി വാള്യം 3 10-ാം പേജിൽ പറഞ്ഞിട്ടുണ്ട്. ഇതേ വിഷയം തുഹഫ 10-ാം വാള്യം 109-ാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട്. ഷറഹുൽ മുഹദ്ദബ് 1-ാം വാള്യം 55-ാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട്. ഷറഹുൽ മുഹദ്ദബ് എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം മുസ്ലിമിന്റെ സ്വഹീഹ് ജാമിഅന് വ്യാഖ്യാനം എഴുതിയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ്, ഈ ഇമാം മുസ്ലിമിന്റെ സ്വഹീഹ് ജാമിഅയിലെ ഏത് ഹദീസാണ് അങ്ങനെയുള്ളത് ഈ പറഞ്ഞ കാര്യത്തിനുള്ളത്? ഇനി വലത്തുനിന്ന് ഇടത്തോട്ട് എഴുതിയത് കംപ്ലീറ്റ് അത് മുഴുവൻ ഇസ്ലാമാണെന്ന് ആരെങ്ങളോട് പറഞ്ഞത്? വലത്തുനിന്ന് ഇടത്തോട്ട് എഴുതിയ ഗ്രന്ഥങ്ങൾ മുഴുവൻ അത് സത്യസാര സമ്പൂർണ്ണമാണ് എന്നുള്ളത് ആരെങ്ങളോട് പറഞ്ഞത്? ഇതിന്റെ അപകടം എന്താണ്? ഷാഫി മദ്ഹബ് സ്വീകരിച്ചു എന്ന് പറയുന്നവൻ ബാക്കി 3 മദ്ഹബുകളെയും തള്ളേണ്ടി വരും. നിങ്ങൾ ഇത് തമ്മിലുള്ള താരതമ്യ പഠനം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇത്രയ്ക്ക് വ്യക്തമായിക്കൊണ്ട് ഈ കാര്യങ്ങൾ പറയുന്നത്. കുറെ കാര്യങ്ങൾ പറയണ്ടേ. ഇനി അതൊക്കെ പോട്ടെ, അതൊന്നും നമ്മൾ ഇതിൽ പറഞ്ഞു പോകുന്നില്ല. 1-2 ഉദാഹരണങ്ങൾ മാത്രം പറയാം. ഒന്ന് നേരത്തെ പറഞ്ഞ തന്നെ, ഇമാമ് നമസ്കരിക്കുമ്പോൾ വലദ്വാലീൻ എന്ന് പറഞ്ഞാൽ മാമൂമിങ്ങൾ ഉറക്കാമയും പറയേണ്ടതില്ല എന്ന് ഇമാം അബു ഹനീഫ റഹ്മുല്ല പറയുമ്പോൾ, ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫി റഹ്മുല്ല പറയുന്നത് എന്താണ്? ഇമാം ഷാഫി എന്ന് പറഞ്ഞാൽ ഫിഖിന്റെ ഇമാമാണെന്നാണല്ലോ ഇവർ പറയാറ്. അത് ഉറക്കെ പറയണം. ജൂതന്മാർക്ക് അത് ഭയങ്കര ദേഷ്യമുള്ള കാര്യമാണെന്നാ. എങ്ങനെ ഇത് വൈരുദ്ധ്യം വന്നത്? എങ്ങനെ ഇവർ 2 ദ്വന്ദ്ങ്ങളിലായി പോയത്? അത് അവർക്ക് കിട്ടിയ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അത് ഏതാണോ സ്വഹിയായ ഹദീസ് അത് എടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോ ഇമാം വലദ്വാലീൻ എന്ന് പറഞ്ഞാല് ആമീൻ എന്ന് ഉറക്കെ പറയാത്തോല് ഷാഫി ഇമാമിനെതിരായി, ഉറക്കെ പറയുന്നവര് ഹനഫി ഇമാമിനെതിരായി. നിങ്ങൾ ഇതല്ലേ ചെയ്യണത്? തമ്മിൽ പേഴ്പ്പിക്കാനുള്ള ഈ അല്ല പറഞ്ഞിരിക്കുന്നത് എന്താണ്? വഹ്തസിമൂ ബിഹബിലില്ലാഹി ജമീഅ വലാ തഫറഖൂ എന്നിങ്ങനെ നല്ല ഈണത്തിൽ നിങ്ങൾ പ്രസംഗിക്കാറുണ്ടല്ലോ. നിങ്ങൾ ഭിന്നിക്കരുത് എന്നല്ല പറഞ്ഞിരിക്കുന്നത്. മദ്ഹബിന്റെ ഇമാമിങ്ങൾ പറഞ്ഞ ഭിന്നാഭിപ്രായങ്ങള് ദൂരക്കളാ. അതില് കിതാബുല്ലാഹ് സുന്നത്ത് റസൂൽ, നമ്മൾ നേരത്തെ സൂറത്ത് നിസാ 59-ാമത്തെ ആയത്ത് പറഞ്ഞ പോലെ നിങ്ങൾ അള്ളാഹുലേക്കും അള്ളാഹുവിന്റെ ഹബീബിലേക്കും അവരുള്ള
ഭിന്നാഭിപ്രായങ്ങൾ അതിലേക്ക് മടക്കുന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഏതാണോ അത് സ്വീകരിക്കുക എന്നുള്ളതാണ്. ഇമാമിങ്ങൾ പറഞ്ഞതല്ല ദീന്. ഇമാമിങ്ങൾ എന്ത് നോക്കി പറഞ്ഞു എന്നുള്ളതാണ്. ഇമാമിങ്ങൾ ഖുർആൻ ആയത്തും അതുപോലെ തന്നെ ഹദീസും അടിസ്ഥാനമാക്കി പറഞ്ഞോ അതാണ് ദീന്. അതില് ഭിന്നാഭിപ്രായം പറഞ്ഞോ ഏതാണ് ശരിയെന്ന് കിതാബുല്ലയിലേക്കും സുന്നത്ത് റസൂലിലേക്കും നോക്കുക എന്നുള്ളതാണ്. ഇനി അതൊക്കെ പോട്ടെ, ഈ ഭിന്നാഭിപ്രായങ്ങൾ പറഞ്ഞ കുറെ പറഞ്ഞു പോകേണ്ടി വരും. അപ്പോൾ ഇപ്പൊ തന്നെ ഇത് നല്ലൊരു ടൈം ആയിട്ടുണ്ട്. ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. മരണപ്പെട്ടു കഴിഞ്ഞാൽ തൽക്കീൻ ചൊല്ലുക എന്നുള്ളത് ഷാഫി മദ്ഹബുകാരുടെ ഒരു സിസ്റ്റമാണ്. മരിച്ചു കഴിഞ്ഞാൽ അവിടെ മറവ് ചെയ്തതിന് ശേഷം പിന്നീട് അവിടെ ഒരു ദുആ നടക്കാറുണ്ട്. ആ ദുആക്ക് മുമ്പായിട്ട് ഒരു കൂട്ടുപ്രാർത്ഥന, ആ പ്രാർത്ഥനയ്ക്ക് മുമ്പായിക്കൊണ്ട് തൽക്കീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സാധനം ചൊല്ലി കൊടുക്കാറുണ്ട്. മൻ റബ്ബുക മൻ നബിയുക മൻ ദീനുക മൻ ഇമാമുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനുശേഷം ആരാണ് റബ്ബ്, ആരാണ് നബി, ആരാണ് ഏതാണ് ദീന്, ആരാണ് ഇമാമ് എന്നൊക്കെ പറയുന്നുണ്ട്. അതില് ആ 3 എണ്ണം മാറ്റി വെച്ചിട്ട് 4ാമത് പറയുന്ന കാര്യം എന്താണ്? മൻ ഇമാമുക എന്ന് ചോദിക്കുമ്പോൾ ഖുർആൻ ഷരീഫീന്ന് നല്ല ഈണത്തിൽ കരഞ്ഞുകൊണ്ട് മുക്രി അവിടെ ഇരുന്നിട്ട് അല്ലെങ്കിൽ കാദിയർ അവിടെ ഇരുന്നിട്ട് പറയണ്ടല്ലോ. അപ്പോ മരിക്കോളം ഇമാമ് ഷാഫിയാക്കളുടെ ആണെങ്കിൽ ഷാഫിയും ഹനഫിയാക്കളുടെ ആണെങ്കിൽ ഹനഫിയും അതുപോലെ തന്നെ മാലിക്കി മദ്ഹബുകാരുടെ ആണെങ്കിൽ ഇമാം മാലിക്കും അതുപോലെ തന്നെ അഹ്മദ് ബിൻ ഹംബൽ റഹിമുല്ലാന്റെ മദ്ഹബില് അങ്ങനെ ഒരു തൽക്കീനില്ല എന്നുള്ളതാണ് എൻ്റെ അറിവ്. ഓക്കെ, അപ്പോ ആ മരണം വരെ ഈ പറഞ്ഞ ആരെങ്കിലും ഇമാമാണ് എന്റെ ഇമാമെന്നും പറഞ്ഞിട്ട് ഈ ഗുലാബ് സിന്താബ് വിളിച്ച് നടക്കുന്ന മൊയന്തുകൾ മരിച്ചു കഴിഞ്ഞാല് കുഴിയിൽ കൊണ്ടേ വെച്ചിട്ട് മൂടുകല്ലും വെച്ചിട്ട് മണ്ണിട്ട് മൂടിയിട്ട് അതിന്റെ മുകളിൽ കൂടി ബക്കറ്റിൽ വെള്ളം ഒഴിച്ചിട്ട് മൈലാഞ്ചി ചെടിയും കുത്തിയിട്ട് ഒരാൾ കൊടയും കുത്തി വന്നിട്ട് അവിടെ നിന്നിട്ട് ഇങ്ങനെ പറയാണ് ഇമാമ് ഖുർആനാണ്. അത്രയും കാലം ഈ പറയപ്പെട്ട ആളുകളെയൊക്കെ ഇമാമാണെന്നും പറഞ്ഞിട്ട് നടന്ന സാധുവിനോട് പറയാണ്, മരിച്ചിട്ട് ചെവി കേൾക്കലും നിന്നു, കണ്ണുകാഴ്ച നിന്നു. ആ സാധുവിനോട് ഇവർ പറഞ്ഞു കൊടുക്കുകയാണ് അന്റെ ഇമാമ് ഖുർആനാണ് കേട്ടോന്ന്. ഹയാത്ത് കാലത്ത് പറഞ്ഞു കൊടുക്കാത്ത വിവരക്കേടല്ലേ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പ്രിയമുള്ളവരെ, ഈ മദ്ഹബിന്റെ ഈ വിഭാഗീയത അതിൽ നിന്ന് വിട്ടു നിൽക്കുക. മദ്ഹബിന്റെ ഇമാമികളൊക്കെ പഠനം നടത്തിയവരാണ്. അവർക്ക് ലഭിച്ച അറിവിന്റെ അടിസ്ഥാനത്തിൽ അവരെക്കാൾ കൂടുതൽ അറിവ് ലഭിക്കുന്നവരാണ് ഇന്ന് മെനക്കെട്ടാല്. ഇന്നത്തെ അത്രയും ഹദീസ് ഗ്രന്ഥങ്ങൾ അന്നില്ല. അന്ന് ഹദീസ് ക്രോഡീകരണം നടക്കുന്ന സമയത്താണ് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമുല്ല ജീവിച്ചിരുന്നത്. അതായത് ഹംബലി മദ്ഹബിന്റെ ഇമാമ്. അതിനു മുമ്പേ മറ്റു 3 ഇമാമിയങ്ങളും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട്. ഓല കാലത്ത് ഈ ഗ്രന്ഥങ്ങൾ ക്രോഡീകരിച്ചിട്ടില്ല. ഓലിക്ക് കിട്ടിയ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഓല് നിലപാട് പറഞ്ഞു. അവരതിൽ തെറ്റുകാരല്ല. അവർക്ക് അള്ളാഹു ഉദർ കൊടുത്തേക്കാം, അഫു കൊടുത്തേക്കാം. അത് അവരും അവരുടെ റബ്ബുമായിട്ട് അവർ തീരുമാനിക്കട്ടെ. അവർ തെറ്റല്ല ചെയ്തത്. അവർക്ക് ലഭിച്ച അറിവിന്റെ അടിസ്ഥാനത്തിൽ. എങ്ങൾക്കായിരിക്കും കൂടുതൽ അറിവ് ലഭിച്ചിട്ടില്ലേ? ഇല്ലേ? ഹനഫിയാക്കളോട് ചോദിക്കുകയാണ്, ഉറക്ക ആമീൻ പറയാനല്ലേ ഹദീസ് ഉള്ളത്, എന്തെന്നിട്ടാ ചെയ്യാത്തത്? ഷാഫിയാക്കളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഭാര്യയെ തൊട്ടാൽ ഒതു മുറിയില്ല എന്നുള്ള കാര്യത്തില് അതില് വ്യക്തമായ ഹദീസ് വന്നിട്ടില്ലേ? എന്നിട്ട് എന്തിനാ നിങ്ങൾ ഷാഫിയാക്കളാന്നും പറഞ്ഞിട്ട് ഷാഫി ഇമാമിനെ പഴി പറഞ്ഞിട്ട് ഷാഫി ഇമാം പറഞ്ഞു എന്നും പറഞ്ഞിട്ട് അതിന്റെ പിന്നാലെ കൂടിയിരിക്കണ്? ഷാഫി ഇമാം ആ ഹദീസ് കണ്ടിട്ടില്ല. എന്നിട്ട് ഹജ്ജിനോ ഉംറക്കോ പോയി കഴിഞ്ഞാൽ ഹറമിൽ പോകുമ്പോൾ ഞങ്ങള് ഹനഫി മദ്ഹബ് പ്രകാരം ഒതു ചെയ്യുന്നു, ഞങ്ങളെ മേത്തുനിന്ന് ഏത് പെണ്ണും മുട്ടിയാലും ഒതു മുറിയില്ല എന്നും പറഞ്ഞിട്ട് ഇല്ലേ? മുട്ടലും തൊടലും രണ്ടും രണ്ടാണ് എന്നുള്ള ആ ഒരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ പോയി തൊട്ടാല് തൊടുക പിടിക്കുക എന്നുള്ളതൊക്കെ ഹറാമാണ്, ചെയ്യാൻ പാടില്ല. അന്യ പെണ്ണെ പോയിട്ട് തൊടാൻ പാടില്ല, അന്യ പെണ്ണെ പോയിട്ട് പിടിക്കാനും പാടില്ല. അന്യ പെണ്ണും നിങ്ങളും തമ്മിലൊന്ന് ഒരസി എന്ന് പറഞ്ഞിട്ട് ഇല്ലേ, അത് ഒരു ആക്സിഡന്റലി അല്ലെങ്കിൽ അറിയാതെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാല് അത് നിങ്ങൾ ഒതു പോകൂലേ. നിങ്ങളെ മനസ്സുകൊണ്ടല്ലത് അതിന്റെ കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. നിങ്ങൾ മനസ്സുകൊണ്ട് തൊടണ്ട. നിങ്ങൾ പോയിട്ട് മനസ്സുകൊണ്ട് ആ ഒരു ലക്കും ലഗാനും ഇല്ലാത്തൊരു നോട്ടം ചില ആളുകൾക്കുണ്ട്. പല ആളുകളും പറഞ്ഞിട്ടുള്ളതാണ്, ചില ആണുങ്ങളുടെ നോട്ടം വളരെ മോശമാണെന്ന് ചില സഹോദരിമാര് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകളും അനുഭവം പറഞ്ഞിട്ടുണ്ട്. എന്ത് നോട്ടാണ് നിങ്ങളൊക്കെ അടിമുടി നോട്ടിയിട്ട് ഒരു ഉരുട്ടലും ഒരു ജാതി തരത്തിലുള്ള അത് മതി. ഒരു പക്ഷെ നിങ്ങളുടെ നോട്ടം കൊണ്ട് തന്നെ പോയേക്കാം. ആ തരത്തിലല്ലേ മനസ്സിലേക്കാണല്ലോ അല്ലേ അള്ളാഹ് നോക്കുന്നത്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്താണ്. നിങ്ങൾ തുറന്നില്ല. നിങ്ങൾ അനാവശ്യമായിട്ട് അജാതി നോട്ടം നോക്കിയാൽ തന്നെ നിങ്ങളെ കൂലി തന്നെ നിങ്ങൾക്ക് ഫർളായി പോകും. അതാണ് പറയാനുള്ളത്. അപ്പോൾ പ്രിയമുള്ളവരെ, ഇവിടെ ഇത്രയും ഇത് ദീർഘിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിഭാഗീയത ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. ഭിന്നത ഉണ്ടാക്കാൻ നടക്കുന്നവർക്ക് മുമ്പിലേക്ക് നമ്മൾ ഭിന്നത ഇല്ലാതെ അങ്ങനെയാണ് നമ്മൾ പോകേണ്ടത്. അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാന്റെ അഭിപ്രായങ്ങൾ കൂടുതൽ സ്വീകരിക്കുന്ന എനിക്ക് മറ്റു 3 ഇമാമുകളെയും സ്വീകരിക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ അവരാരെയും ഈ 4 ഇമാമിങ്ങളെയും ഞാൻ അന്ധമായി തക്ലീദ് ചെയ്യുന്നില്ല. പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ടോ, അതാണ് ഞാൻ എടുക്കുക, അതാണ് തക്ലീദ് ചെയ്യുക. സമേന
വാത്തവിന. അല്ലാതെ ഇമാമ് പറഞ്ഞോ പറഞ്ഞു എന്നാ പിന്നെ ഞാൻ എന്നെ അനുസരിക്കുള്ളൂ എന്നുള്ളതല്ല എന്റെ ദീന്. എന്റെ ദീന് പരിശുദ്ധ ഖുർആൻ കിതാബുള്ളയാണ്, തിരുസുന്നത്ത് സുന്നത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയാണ്. അതിനപ്പുറം എന്ത് വന്നാലും ഈ കാര്യങ്ങൾക്ക് മുകളിൽ വന്നാൽ അത് സ്വീകരിക്കേണ്ടതില്ല. ഫറദ്ദുഹു ഇലല്ലാഹി വറസൂൽ എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതിനേക്കാളും നിങ്ങൾക്ക് ആരെങ്കിലും പറഞ്ഞത് അത് വലത്തുനിന്ന് ഇടത്തോട്ട് പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് ദീനാണെന്നുണ്ടെങ്കിൽ ഏതാണ് നിങ്ങളെ മതം എന്നും കൂടി നിങ്ങൾ എഴുതി വെക്കണം. ദജ്ജാലിന്റെ നെറ്റിയിൽ കാഫിർ എന്നാണെങ്കിൽ നിങ്ങളുടെ നെറ്റിയിൽ ഖുറാഫിന്നെങ്കിലും എഴുതി വെക്കുക എന്നുള്ളതാണ് പ്രിയമുള്ളവരെ പറയാനുള്ളത്. ക്ഷമിക്കണം, എനിക്ക് ഇത് ഇങ്ങനെ പറഞ്ഞാലേ പറ്റൂ. ഇങ്ങനെ പറഞ്ഞാലും മനസ്സിലാകുന്നില്ലെങ്കിൽ എന്താ ചെയ്യുക? ഇനി വന്നോളൂ എന്നിട്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കുറ്റം പറയാം. നിങ്ങളുടെ ചെവിയും ഹൃദയവും അടച്ചിരിക്കുകയാണെങ്കിൽ എന്നുള്ളതാണ് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ എൻ്റെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.